ലോകം മുഴുവൻ പെസഹ വ്യാഴം ആചരിക്കുകയാണ്. കുരിശുമരണം വരിക്കുന്നതിന് മുൻപായി യേശു തന്റെ ശിഷ്യന്മാരുടെ ഒപ്പം അവസാനമായി കഴിച്ച അത്താഴത്തിന്റെയും അതിനു മുൻപായി അവരുടെ കാലുകൾ കഴുകിയതിന്റെയും ഓർമ്മ പുതുക്കലാണ് പെസഹ വ്യാഴം. ആഘോഷങ്ങൾ ക്രൈസ്തവ സഭയുടെ എല്ലാ ദേവാലയങ്ങളിലും നടന്നു. വിശുദ്ധ കുർബാന സ്ഥാപിതമായതിന്റെ ദിനം കൂടിയായ ഇന്ന് ഇടക്കൊച്ചി സെന്റ് മേരീസ് ദേവാലയത്തിൽ ഇടവക വികാരി ഫാദർ റാഫി കുട്ടുങ്കൽ 12 പേരുടെ കാലുകൾ കഴുകി ചുംബിച്ചു. സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് പെസഹ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഇതിനായിട്ട് പെസഹ എന്ന് പറയുമ്പോൾ കടന്നു പോകുന്ന തിരുനാൾ. ക്രിസ്തു നമുക്കായിട്ട് സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഏറ്റവും വലിയ തിരുനാളാണ് നമ്മൾ പെസഹയായിട്ട് ആഘോഷിക്കുന്നത്. പെസഹ തിരുനാളിൽ ക്രിസ്തു തൻ്റെ അത്താഴവേളയിൽ ശിഷ്യരുടെ കാല് കഴുകി നമുക്ക് മാതൃക കാണിച്ചതുപോലെ നമ്മൾ പ്രകാരം കാല് കഴുകാനും ഭവനത്തിലായാലും നമ്മളൊന്ന് മറ്റുള്ളവർക്ക് മുമ്പിൽ നമ്മളൊന്ന് താഴ്ന്നു കൊടുക്കുമ്പോൾ എളിമയോടെ നിൽക്കുമ്പോഴൊക്കെയാണ് നമ്മൾ പ്രകാരം പെസഹയിലേക്ക് കടന്നു വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് പരിശുദ്ധ കുർബാനയും വിശുദ്ധ പൗരോഹിത്യം സ്ഥാപിച്ച ദിവസം കൂടിയാണ്. വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് യേശുനാഥൻ പൗരോഹിത്യം സ്ഥാപിച്ചു. നമ്മുടെയൊക്കെ ഇടവക വികാരിമാരെയും നമ്മുടെ എല്ലാ അച്ഛന്മാരെയും പ്രത്യേകമായിട്ട് ഇന്നതിനെ ഓർത്ത് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ദിവസം കൂടിയാണ് ഈ പെസഹ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത്. അതുപോലെ ഇന്ന് ഈ സെൻറ്റ് മേരീസ് ഇടവകയിലെ കൊച്ചി സെൻറ്റ് മേരീസ് ഇടവകയിലെ ജീസസ് നേതൃത്വത്തിൽ ഒരു ചെറിയ ദൃശ്യാവിഷ്കാരം ഉണ്ടായിരുന്നു. യേശുവിൻ്റെ അന്ത്യത്താഴ സമയത്തിൻ്റെ അതിനെക്കുറിച്ചുള്ളതും പിന്നീട് പീഡാസഹനത്തെക്കുറിച്ചുള്ളതൊക്കെ ചെറിയ ഒരു ദൃശ്യാവിഷ്കാരം ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാം നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ജീസസ് യൂത്ത് ഒരുക്കിയ ദൃശ്യാവിഷ്കാരവും വ്യത്യസ്തമായിരുന്നു. കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിനു വേണ്ടി റെഡ്ജൻ റബൽ.